എവ്രിവൺ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ സംഭവം അൺബോക്സ് ചെയ്യാനാണ്. നിങ്ങൾക്ക് കവർ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും വെരി വൈറലാണ് ഈ പ്രോഡക്റ്റ് വന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ബ്രഷസ് ആണ്. അപ്പം ഇത് നമുക്ക് വേണ്ടവരുണ്ടോ വേണ്ടാത്തവരുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ കേസിൽ ഇപ്പം ഞാൻ ഭയങ്കര മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളായിട്ടല്ല ഇത് വാങ്ങിച്ചത്. പോഷായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതിലെ എല്ലാ ബ്രഷസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എനിക്ക് ഒന്നോ രണ്ടോ ബ്രഷസിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. അതിനുള്ള 2 ബ്രഷസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. മാസിന്റെ ബ്രഷ് സെറ്റ് ആണ് കേട്ടോ. ഒരു 8 ബ്രഷസ് ആണ് ഇതിൽ വരുന്നത്. ഭയങ്കര അടിപൊളി പാക്കേജിംഗ് ആണ്. പാക്കേജിങ് എടുത്ത് പറയാതെ തന്നെ വേണം. ഓരോ ബ്രഷും കവറിലാക്കിയിട്ട് നമ്മുടെ ആ ഒരു ഭയങ്കരമായിട്ട് ഒരുപാട് വിസിൽസ് ഉള്ള ബ്രഷ് വന്നിട്ട് നല്ല പാക്കേജിംഗ് ആണ്. അത് ഇതിങ്ങനെ ഒരു നെക്ക് കവറിങ് ഒക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചൊന്നും പോയി വൃത്തികേടാവാതെ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബ്രിസിൽസ് നോക്കിക്കേ നിങ്ങൾ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഭയങ്കരമാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് രണ്ടും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. മറ്റൊരു ബ്രഷ് പിന്നെ കുറേ ഒരു 5-6 എണ്ണത്തിൻ്റെതിന് ഒരു റേറ്റ് വന്നിട്ട് അങ്ങനെയാണുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ തൊട്ട് കാണിക്കാം. ഇതിൻ്റെ ഒരു ബെൻഡിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രിസിൽസ് എങ്ങനെയാണ് മൂവ് ആവുന്നതെന്നുള്ളത്. കണ്ടോ, ഭയങ്കര ഒരു സ്റ്റിഫാണ് വരുന്നത്. ഇതിന് എനിക്ക് തോന്നുന്നു ഓരോന്നിന് 2 എണ്ണത്തിനും കൂടെ എന്താണെങ്കിൽ 280 രൂപയായിട്ടുണ്ടാവും. ആ ഒരു റേറ്റിലാണ് വാങ്ങിച്ചത്. ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു ലിപ്സ്റ്റിക് ബ്രഷ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബ്രിസിൽസ് പോകുന്നത് നിങ്ങൾ കണ്ടോളൂ. കണ്ടല്ലേ, കണ്ട ബ്രഷസ് ആണ് ഇത്. പിന്നെ ഇതിൽ അവർ കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് ഫാൻ ബ്രഷ് എന്ന് പറയും. ഈ ബ്രഷ് അതിലില്ല. നമുക്ക് ഹൈലൈറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 8 ബ്രഷസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, കവറിൻ്റെ ഒച്ചയല്ലേ, ഇതൊന്ന് മാറ്റി കാണിക്കാം. കവർ ഓരോന്നും ഓരോ കവറിലായിട്ടാണ് കേട്ടോ. ഒരു തുടക്കക്കാർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ ഞാനൊരു ബ്രഷൊക്കെ യൂസ് ചെയ്യുന്നതിലൊരു തുടക്കക്കാരിയാന്ന് പറയാം. മേക്കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ബ്രഷ് യൂസ് ചെയ്യുന്നതിൽ ഞാനൊരു തുടക്കക്കാരിയാണ്. എനിക്ക് ഏത് ബ്രഷ് എന്തിന് അങ്ങനെയൊന്നും അറിയില്ല. മേക്കപ്പ് ചെയ്യും, പക്ഷേ ഏത് ബ്രഷ് എന്തിനാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് ശരിക്കും അതിനൊരു മുതൽക്കൂട്ടാണെന്ന് പറയണം. കാരണം നോക്കിക്കാൻ നിങ്ങൾ ബ്രഷ് പൗഡർ, ഇത് പൗഡർ ബ്രഷാണ്. നമ്മൾ കണ്ണിനൊക്കെ താഴെ ഇങ്ങനെ പൗഡർ ചെയ്ത് കൊടുക്കില്ലേ, അങ്ങനെ പൗഡർ ബ്രഷാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മേലെ എഴുതിയിരിക്കുന്നു ഫൗണ്ടേഷൻ ബ്രഷ്. ഫൗണ്ടേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലെൻഡിങ് ബ്രഷ്, ഇപ്പം ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ കൺസീലർ ആണെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇത് ഐലൈനർ അല്ലെങ്കിൽ ഐബ്രോ ബ്രഷ് ആയിട്ടും ഐലൈനർ ബ്രഷ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇതിന്റെ മേലെ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ മാസിന്റെ ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ നൈക്കഡതിലോ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 800-1000. മാസിൻ്റെ പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കൂടുതലാണ്. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോഴ്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ് ഇതിന്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും 730 സംതിങ് റേറ്റ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇപ്പം മിന്ത്ര ആവട്ടെ പിന്നെ പേർപ്പിൾ ആവട്ടെ അതിലൊക്കെ 800 എബോ ആണ് കേട്ടോ റേറ്റ് വന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഞാനൊരു പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും കയറി നിരങ്ങിയിട്ടേ വാങ്ങുള്ളൂ. അപ്പോൾ എല്ലാത്തിലും നോക്കിയപ്പോഴും 800-850-1000. ബ്രാൻഡ് സ്റ്റോറിൽ പോകുമ്പോൾ അവിടെ റേറ്റ് കൂടും. അപ്പം ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് 730 റുപ്പീസിനാണ് ഇത്. ഞാനിത് ഉപയോഗിച്ചില്ല കേട്ടോ, ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ പക്ഷേ നമുക്ക് ഈ റിസൾട്ട്സ് ഒക്കെ നമുക്ക് മുഖത്താക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇതിലിങ്ങനെ എല്ലാം ഇത് കണ്ടോ നിങ്ങൾ, ബ്രഷസിന്റെ പിക്ചറും കൊടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കിതിൽ ഫൗണ്ടേഷൻ ബ്രഷ് എന്ന് മാത്രമല്ല എഴുതിയത്, അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ബ്രഷസിന്റെ പേര് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ എനിക്ക് കാണുന്നു ആംഗിൾ ലൈൻ ബ്രഷ്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ചിലപ്പം ചിലതിന്റെ പേരൊന്നും നമുക്ക് അറിയില്ല. എനിക്കറിയില്ല ചിലതിന്റെ പേരൊന്നും എന്നോട് ചോദിച്ചു. ഈ ഒരു പാക്കേജിങ്ങിൽ ഇപ്പോൾ ആംഗിൾ ബ്രഷിന്റെ കേസിൽ ഞാൻ വായിക്കാം. ആംഗിൾ ലൈനർ ബ്രഷ്, ആംഗിൾ ഫ്ലാറ്റ് ബ്രഷ്, ഗ്രേ ടു അപ്ലൈ ഐലൈനർ, ഓൾസോ ഹെൽപ്പ് ഡിഫൈനിങ് ദ ഐബ്രോസ്. സോ ഐബ്രോസിനും ഐലൈനറിനുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇതെനിക്കറിയാം. ചില ബ്രഷസ് ഞാനിത് എല്ലാം കൂടെ കണ്ടപ്പോൾ ഇതിൽ എന്തിനെന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷൻ. ഈവൻ ദോ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വരെ ഇവരിതിൽ പാക്കേജിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഒരു എന്താ പറയുക, മേക്കപ്പ് ഗൈഡ് പോലെ നമുക്ക് ഈ ബ്രഷ് വർക്ക് ആവും. ബ്രഷിന്റെ സെറ്റ് നമുക്ക് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഫൗണ്ടേഷൻ എത്രത്തോളം വർക്ക് ആവുന്നുണ്ടെന്ന്.
ഫൗണ്ടേഷൻ ബ്രഷ് നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട് മുന്നേ. പിന്നെ നമ്മൾ ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ചാർമിനാറിന് ഒരു 4-5 ഒരുമിച്ച് കിട്ടില്ലേ നമുക്ക്, ഐബ്രോ രണ്ട് തുമ്പത്തും സാധനങ്ങളുള്ളത്, അങ്ങനെയൊക്കെയുള്ള ബ്രഷാണ് ഞാൻ വാങ്ങിച്ചത്. അത് യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ കുത്തും നമുക്ക് മുഖത്തൊക്കെ. അപ്പോൾ എനിക്ക് ഇത് വന്നിട്ട് ഒറ്റ ഒരു തുടക്കലിൽ മൊത്തം തുടങ്ങി അടിപൊളിയായിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫൗണ്ടേഷൻ ഈവൻ ആക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ടുള്ള പരിപാടിയാണ്. അത് കറക്റ്റായിട്ട് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് അമേസിങ്. ഇപ്പം ആംഗിൾ ബ്രഷ് ഞാൻ യൂസ് ചെയ്തു ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ ബ്രഷസ് യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, ആ ബ്രഷാണ് അതിൻ്റെ ബ്രഷസ് എന്ന് പറഞ്ഞാൽ. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ വിചാരിച്ചതേ കിട്ടില്ല, ഒരു സ്ഥലത്ത് കൂടുതൽ ഒരു സ്ഥലത്ത് കുറവൊക്കെ ആയിട്ട്. പക്ഷേ ഇത് പ്രിസൈസ് ആയിട്ട് വാട്ട് ഐ നീഡ് എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് വരയ്ക്കുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഐബ്രോ. പിന്നെ വന്നിട്ട് ലിപ്സ്റ്റിക് ബ്രഷ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തതുകൊണ്ടായിരിക്കാം ഒരു എക്സസ് എമൗണ്ട് ലിപ്സ്റ്റിക്. ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് നന്നായിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന ആളുകളാണെങ്കിലൊക്കെ ഞാനിങ്ങനെ 1-2-3 കളർ മിക്സ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് എത്ര അങ്ങോട്ട് വേണം എന്ന് തോന്നിയില്ല. ഇത് നല്ലതല്ല, ബ്രഷ് അടിപൊളിയാണ്, അതെൻ്റെ പണി അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ബ്രഷ് എനിക്ക് വേണമെന്ന് തോന്നാറില്ല പൊതുവേ. ഞാൻ തോന്നി, കാരണം ചെറിയൊരു ഏരിയയിലല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അത് ഓക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഐ ഷാഡോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വർക്ക് മെയിനായിട്ടൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കണ്ണിലും നമുക്ക് ഈവൻ ആക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരേപോലെ ആയിട്ട് വരണമല്ലോ, ഒരു കണ്ണ് കുറച്ച് കൂടുതൽ ഒരു കണ്ണ് കുറച്ച് കുറവും ആയി കിട്ടാൻ അത് ഓക്കെ ആവില്ല. അപ്പോൾ അതിന് കുറച്ചുകൂടെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് വെച്ച് ചെയ്ത് നോക്കാം. പിന്നെ സമയം വളരെ കുറവാണ്. പിന്നെ പൗഡർ ബ്രഷും ബ്ലഷിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു ബ്രിസിൽസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഇറ്റ് വിൽ ഡൂ ദേ വർക്ക് എന്നുള്ളത്. അപ്പം മൊത്തത്തിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എക്സസ് തട്ടിക്കളഞ്ഞതാണ് കേട്ടോ. സൂപ്പർ ടെക്നിക് ടു അപ്ലൈ ബ്ലഷസ്. നമ്മുടെ ആ ചീക്ക് ബോണിൽ മാത്രമായിട്ട് വരും. നമ്മുടെ മേക്കപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാം. ഇത് ആക്ച്വലി 730 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പം മേക്കപ്പ് ബ്രഷ് ഇപ്പം ആരൊക്കെയാണ് വാങ്ങേണ്ടത്, എന്തൊക്കെ വാങ്ങണം എന്നുള്ളതും കൂടെ ഞാൻ പറയാം. നിങ്ങൾ വെറുതെ ഒരു മേക്കപ്പ് ബ്രഷ് വാങ്ങി വീട്ടിൽ വെക്കുന്നവരാണ്, മേക്കപ്പ് ജസ്റ്റ് നമ്മളൊരു കണ്ണെഴുതുന്നു, പൊട്ട് തൊടുന്നു, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ മേക്കപ്പ് ബ്രഷിലേക്ക് പോകണ്ട, നിങ്ങളുടെ കൈ തന്നെ ധാരാളമാണ്. അല്ല, നിങ്ങൾ ഡെയിലി ഗ്രൂമിങ് ചെയ്യുന്ന ആളുകളാണ്, ഡെയിലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന, ഡെയിലി കൺസീലർ ഇട്ട്, ഡെയിലി ഐ ഷാഡോ അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇതിന് പോകാം. അതുപോലെ തന്നെ ഫംഗ്ഷൻസിനൊക്കെ അത്യാവശ്യം നല്ല പോഷായിട്ട് ഒരുങ്ങുന്ന ആളുകളാണെങ്കിലൊക്കെ ഈ ഒരു ബ്രഷ്, മേക്കപ്പ് ഇങ്ങനെ കുറച്ച് മേക്കപ്പ്, ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐ ഷാഡോ അല്ലെങ്കിൽ ഒരു ഐലൈനർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാതെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഓൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് പോഷായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ മേക്കപ്പ് ഒരു 5 മിനിറ്റിലേക്ക്, ഇപ്പം എൻ്റെ ഒരു ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ദിസ് ഇസ് സോ സോഫ്റ്റ്, എനിക്കിങ്ങനെ മുഖത്ത് വയ്ക്കാൻ തോന്നാണ്ട്. അപ്പം ഇത് വന്നിട്ട് നമുക്ക് അത്രയും നമ്മുടെ മേക്കപ്പ് ഈസി ആക്കാണ്. എനിക്കിത് വാങ്ങിക്കാൻ കാരണം ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്ത് പോഷായിട്ട് പുറത്തു പോകുന്ന ഒരാളായതുകൊണ്ടല്ല, മോള് ഡാൻസിന് ഒരുങ്ങുന്നതാണ്. അപ്പോൾ 2 വട്ടമായിപ്പോൾ ഞങ്ങൾ ഒരുങ്ങുന്നു, ഞാനാണ് ഒരുക്കി കൊടുക്കുന്നത്. എക്സാമിനും ഒക്കെ തന്നെ അവൾക്ക് ഡാൻസിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ആ ഒരു ഡാൻസിന് ഒരുങ്ങുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വാരി പൊത്ത് തന്നെ ചെയ്യണം ഡാൻസിന് ഒരുങ്ങുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ക്യാമറയിൽ ആ ഒരു ലുക്ക് വരുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി വാങ്ങിച്ചാലും ഒരു മുതൽക്കൂട്ടാണ്. പിന്നെ അത് കേടായി പോകുന്ന സംഭവം ഒന്നുമല്ലല്ലോ, 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ എക്സ്പയറി ഡേറ്റ് ഇല്ല, ഒന്നുമില്ല, നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് നീറ്റായിട്ട് അത്യാവശ്യം നന്നായിട്ട് നടക്കുകയാണെങ്കിൽ അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അഫോർഡബിൾ പ്രൈസ് ആണ്. നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലാവട്ടെ, യൂട്യൂബിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിന്റെ റിവ്യൂസ്. ഞാൻ വിചാരിച്ചു ഇത് എത്ര നല്ലതാണോ. ഞാനൊരു 250ക്ക് 2 ഫാൻ ബ്രഷും ആ ഒരു ഫാൻ ബ്രഷും ലിപ്സ്റ്റിക് ബ്രഷും വാങ്ങിച്ചത് 250ക്കാണ്. അപ്പം ഈ 8 ബ്രഷസ് അടിപൊളിയല്ലേ. 8 ബ്രഷസും നിങ്ങൾക്കൊരു മേക്കപ്പ് ഗൈഡാണ് തരുന്നത് ആക്ച്വലി. ആ ഒരു എന്താ പറയാ, ഇതിന്റെ ലൈക്ക് പാക്കേജിങ്ങിൽ എന്ത് ബ്രഷ് ഏതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു തരുന്നത്, പഠിപ്പിക്കുക നമ്മളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ആരെങ്കിലും മേക്കപ്പ് ബ്രഷസ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏത് വാങ്ങണം എന്ത് വാങ്ങണം എന്നുള്ളൊരു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ്.
ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ എനിക്ക് വേണ്ടി പൈസ എണ്ണിക്കൊടുത്ത് വാങ്ങിച്ചതാണ്. സോ എനിക്ക് വാങ്ങിച്ച സാധനം, ചില സാധനം നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തിനു വാങ്ങിച്ചു എന്ന് തോന്നില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ആ ക്രെറ്റോസിൻ്റെ വാങ്ങിച്ച പോലെ ഓക്കെ റിട്ടേൺ കൊടുക്കാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല. അറിയാം നിങ്ങൾക്ക്, ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന ആളുകളാണ്, ഇങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു സെക്കൻഡ് തോട്ടിന് പോവാതെ യു ക്യാൻ ബൈ ദിസ്. ആൻഡ് ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ സമയം ഒരു അരമണിക്കൂർ ഇത് കുറയ്ക്കും മേക്കപ്പിൻ്റെ. കാരണം ഗ്രൂമിങ്ങിന് ചെയ്യുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ, മറ്റത് മറിച്ചത് ഇതെല്ലാം യൂസ് ചെയ്യണം നിർബന്ധമാണ് നിങ്ങൾക്ക്, അല്ലേ? അപ്പം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.